ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കാറുള്ള സ്നാക്കായിരിക്കും, ചിലപ്പോൾ ഉണ്ടാക്കാത്ത സ്നാക്കായിരിക്കും. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ കോളിഫ്ലവർ ബജ്ജിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോളിഫ്ലവർ ബജ്ജി. ഇത് കണ്ടോ, പുറമേയൊക്കെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ കോളിഫ്ലവർ ബജ്ജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ നമ്മുടെ കോളിഫ്ലവർ ബജ്ജിക്കായിട്ട് ഇപ്പോൾ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഞാൻ വലിയ പെറ്റൽസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ വലിയ പെറ്റൽസ് ആയിട്ട് എടുക്കുകയാണ്. കോളിഫ്ലവർ ബജ്ജിക്ക് ടേസ്റ്റ് നമ്മൾ കോളിഫ്ലവർ പക്കോടയാണ് എടുക്കുന്നതെങ്കിൽ ചെറുതായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ ഞാനിപ്പോൾ കഴുകിയിട്ടൊന്നുമില്ല. ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഇനി ഉപ്പിട്ട തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കും. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കും. നിങ്ങൾക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം എന്നുണ്ടെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ഇതിട്ട് വയ്ക്കുക. തിളപ്പിച്ചിട്ട് ഇട്ട് വയ്ക്കുക എന്നുള്ളതല്ലാതെ നമ്മൾ ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പലർക്കും കൺഫ്യൂഷൻ ആവുന്ന ഒരു കാര്യമാണ് ഇട്ട് തിളപ്പിക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ കോളിഫ്ലവർ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. അതിന് ശേഷം 3-4 പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. കോളിഫ്ലവർ പക്കോടയും കോളിഫ്ലവർ ബജ്ജിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളിഫ്ലവർ ബജ്ജിയുടെ കോട്ടിങ് സോഫ്റ്റ് ആയിരിക്കും. നമ്മളിതിൽ അരിപ്പൊടിയോ റവയോ ഒന്നും ചേർക്കാതെയാണ് കോളിഫ്ലവർ ബജ്ജി ഉണ്ടാക്കുന്നത്. പക്കോട ഉണ്ടാക്കുമ്പോൾ നമ്മൾ എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ചായിട്ട് എടുത്തിട്ട് പൊരിക്കുകയാണ് ചെയ്യുക. ഇത് ഡിപ്പ് ചെയ്തിട്ട് പൊരിക്കുകയാണ് ചെയ്യുക. നമ്മൾ കായ ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഡിപ്പ് ചെയ്തിട്ട് പൊരിക്കുകയാണ് ചെയ്യുക. ഈ ഒരു കോളിഫ്ലവർ ബജ്ജി തന്നെ നമുക്ക് ഇഡ്ഡലി മാവ് ചേർത്തിട്ട് പൊരിക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. കായ ബജ്ജിയുടെ വീഡിയോയിൽ നമ്മൾ ഇഡ്ഡലി മാവ് ചേർത്തിട്ട് പൊരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇഡ്ഡലി മാവ് ചേർക്കാതെ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇഡ്ഡലി മാവ് ഉണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഇഡ്ഡലി മാവോ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഇഡ്ഡലി മാവും കൂടി ചേർത്തിട്ട് പൊരിച്ചോളൂ. അപ്പോൾ നമുക്ക് ആദ്യം കോളിഫ്ലവർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ മാവ് റെഡിയാക്കാം. ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് 10 മിനിറ്റ് ഇട്ട് വയ്ക്കട്ടെ. നമുക്കിനി കോളിഫ്ലവർ ബജ്ജിക്കുള്ള മാവ് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കടലമാവ് എടുത്തിട്ടുണ്ട്. ഒരു 150 ഗ്രാം കടലമാവ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്രയും തന്നെ മൈദപ്പൊടിയും ചേർക്കുന്നുണ്ട്. മൈദപ്പൊടി ചേർക്കുമ്പോഴാണ് സോഫ്റ്റ് ആവുക. നമ്മളിതിലേക്ക് അരിപ്പൊടിയൊന്നും ചേർക്കരുത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കായപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നിങ്ങൾക്ക് കളർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ എരിവനുസരിച്ച് ചേർക്കാം കേട്ടോ, മുളക് പൊടിയുടെ അളവ്. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് 2 പിഞ്ച് ബേക്കിംഗ് സോഡ. 2 പിഞ്ച് എന്നുള്ളത് 1/4 ടീസ്പൂൺ വരെ ചേർക്കാം. അതിൽ കൂടുതലായി പോരുത്. ഒരുപാടായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളിഫ്ലവർ ബജ്ജിയുടെ കളർ തന്നെ മാറിപ്പോവും. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അടുത്ത് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2 പിഞ്ചോ 1/4 ടീസ്പൂണോ ചേർക്കാം. ബേക്കിംഗ് സോഡ കൂടുതൽ കഴിക്കുന്നത് പേടിയാണ് എന്നുണ്ടെങ്കിൽ 2 പിഞ്ച് ചേർത്താൽ മതി. ഇല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ചേർക്കുക. ഇതിലേക്ക് ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേ നമ്മുടെ ബാറ്ററിലെ എല്ലാ ഭാഗത്തേക്കും ആ ബേക്കിംഗ് സോഡയൊക്കെ മിക്സ് ആയിട്ട് ബാറ്റർ സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാണ്. കുറച്ച് തിക്കായിട്ടുള്ള മിക്സായിട്ട് വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരുപാട് ലൂസായി പോരുത്. അപ്പോൾ നമുക്ക് മൈദപ്പൊടി താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കാം കേട്ടോ ഇതിലേക്ക്. അല്ലെങ്കിൽ കടലമാവിൽ മാത്രം ചെയ്യാം. കടലമാവിൽ മാത്രം ചെയ്യുകയാണെങ്കിലും ടേസ്റ്റ് തന്നെയാണ്. പിന്നെ കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ മൈദപ്പൊടി ചേർത്തത്. ഇതിപ്പോൾ നമുക്ക് കളർ കുറവാണ്. കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കാൻ പോവാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കളർ കിട്ടും. കുറച്ചുകൂടി വെള്ളം വേണം നമുക്ക്. വെള്ളം കുറവാണ്. കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ ഒരു ബാറ്റർ 10 മിനിറ്റ് മിക്സ് ചെയ്ത് വെച്ചാലേ കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ കോളിഫ്ലവർ കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ബാറ്റർ റെഡിയാക്കി വെക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് കോളിഫ്ലവറൊക്കെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടാവും. നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വരുമ്പോഴത്തേക്ക് ബാറ്റർ കറക്റ്റ് ആയിട്ടുണ്ടാവും. കണ്ടോ, ഇപ്പോൾ കുറച്ച് തിക്കല്ലേ, കുറച്ചുകൂടി ലൂസാക്കി എടുക്കാം. ഈ ഒരു ബജ്ജി മാവിലേക്ക് മാത്രം നമ്മൾ അരിപ്പൊടിയോ കോൺഫ്ലവറോ അതുപോലെ തന്നെ റവയൊന്നും ചേർക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ
കഴിക്കുമ്പോൾ ക്രിസ്പി ആയിട്ടിരിക്കും പുറം കോട്ടിങ്. അത് സോഫ്റ്റ് ആയിട്ടിരുന്നാലേ നമുക്ക് കഴിക്കാനൊരു സുഖം ഉണ്ടാവുള്ളൂ. അല്ലാതെ ക്രിസ്പി ആയി പോയിട്ടുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഇനി നമുക്കൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഇത് അടച്ച് മാറ്റി വയ്ക്കാം. എരിവുണ്ട് ആവശ്യത്തിന്. ഇനി നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ. ഞാനിപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് കുരുമുളക് പൊടിയൊന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിലുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ റെസ്റ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോളിഫ്ലവർ കഴുകി വൃത്തിയാക്കി ഇതുപോലെ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ ഓരോ കോളിഫ്ലവർ എടുത്തിട്ട് ഡിപ്പ് ചെയ്യുക. നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഇത് കൈ കൊണ്ട് തന്നെ ഇടുന്നതാണ് എപ്പോഴും നല്ലത്. ഇതുപോലെ പിടിച്ചിട്ട് ഇടുക കേട്ടോ. ഈ തണ്ട് വരുന്ന ഭാഗം മേളിലാക്കി പിടിച്ചിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് സമയം എടുത്ത് ഫ്രൈ ചെയ്യുന്ന കാര്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. കോളിഫ്ലവർ കറക്റ്റായിട്ട് കുക്കായി വരാനാണ് നമ്മൾ ചെറിയ ബർണറിൽ വെക്കുന്നത്. വലിയ ബർണറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം വേഗം കുക്കായി വരും, ഇൻസൈഡ് കറക്റ്റായിട്ട് കുക്കാവില്ല. അപ്പോൾ എല്ലാം ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങ ചട്നിയാണ് കേട്ടോ. തേങ്ങ ചട്നി അല്ലെങ്കിൽ ഉള്ളി ചട്നിയാണ്. പിന്നെ കോളിഫ്ലവർ പക്കോട ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സോസിൻ്റെ കൂടെ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ തേങ്ങ ചട്നിയുടെ വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ചട്നിയുടെ വീഡിയോ ഒന്നും ഇടുന്നില്ല. ഇതുപോലെ ഇങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ എല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞു. ആദ്യം ഇട്ടത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്താൽ മാത്രമേ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഇതുപോലെ പൊങ്ങി വരില്ല. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ കമൻറ്റ് ചെയ്ത് ചോദിക്കരുത് ബേക്കിംഗ് സോഡയ്ക്ക് പകരം വേറെ എന്താണ് ഓപ്ഷൻ എന്നുള്ളത്. ബേക്കിംഗ് സോഡയ്ക്ക് പകരം വേറെ ഓപ്ഷനൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇഡ്ഡലി മാവ് ചേർക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ പൊങ്ങി വരും. പക്ഷെ അതിൻ്റെ കൂടെയും ബേക്കിംഗ് സോഡ ചേർത്താലാണ് പെർഫെക്റ്റ് ആവുക. അപ്പോൾ ഈ സൈഡും കൂടെ ഒന്ന് കുക്കായി വരട്ടെ. ഒരുപാട് കളർ മാറുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട കോളിഫ്ലവർ ബജ്ജിയൊക്കെ ഇത് കണ്ടോ, നന്നായിട്ട് കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ഇരിക്കും നമ്മുടെ കോളിഫ്ലവർ ബജ്ജി. നമ്മൾ പക്കോട ഉണ്ടാക്കുന്നതിനേക്കാൾ ഇതുപോലെ നല്ല വലിപ്പത്തിലിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബജ്ജി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ടതുപോലെ തന്നെ 2-3 ബാച്ചായിട്ട് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഒരു കിച്ചൺ പേപ്പറിലേക്ക് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് എണ്ണ മാറിക്കിട്ടും. കൂടുതൽ എണ്ണ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫ്രൈ ആയി വരാൻ സമയം കൂടുതലെടുക്കും. അതുപോലെ തന്നെ ഇൻസൈഡ് കുക്കായി വരാൻ സമയം കൂടുതലെടുക്കും. നമ്മൾ ഇത്രയും വലിയ പീസായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ കുക്കിംഗ് ടൈം കൂടുതലാണ്. പിന്നെ കുറേ ഇട്ട് തിക്കാക്കി ഇടാതിരിക്കണം നല്ലത്. കുറച്ചായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കാണാം എങ്ങനെയുണ്ട് നമ്മുടെ കോളിഫ്ലവർ ബജ്ജി എല്ലാം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ബജ്ജി എല്ലാം എന്താ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ കൂടെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു സവാള ഒന്ന് റിങ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇങ്ങനെയും കഴിക്കാം. ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെച്ചെന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചട്നിയുടെ കൂടെ ചേർത്ത് കഴിക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ വൈകുന്നേരം ചായക്ക് ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞ റെസിപ്പിയാണെങ്കിൽ ഒരു ലൈക്കും കൂടി തരണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ വീഡിയോ അപ്ലോഡ് ആയാലും അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു കാര്യം, നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വയ്ക്കുക. ഹൈ ഫ്ലെയിമിലാണെങ്കിലും വലിയ ബർണറിൽ വയ്ക്കരുത്, ചെറിയ ബർണറിൽ തന്നെ വയ്ക്കുക. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഇൻസൈഡ് കറക്റ്റായിട്ട് കുക്കാവില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.